പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്ത, സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ച, നീ വല്ലാണ്ടങ്ങ് ദൈവപൈതലായി, ദൈവമകളായി, ദൈവമകനായി മാറുന്ന അനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ അവകാശവും ഓഹരിക്കും പാത്രീഭവിക്കുന്ന വലിയ ബലപ്പെടുത്തലാണ് ഉടമ്പടി നടക്കുന്നത്. അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ബലപ്പെടുത്തും, ദൈവം ബലപ്പെടുത്തും. ഇപ്പം ഗീതാകുമാരി എന്താ ചെയ്തത്? ഭർത്താവ് തളർന്നിട്ടും മനുഷ്യനെ കിടന്നുറങ്ങി, നാളെ മാതാവ് അവിടെ ഉണ്ടാവും ഇൻ്റർവ്യൂവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തുകയാണ്. ആരെ? അതാണ് ബലമെന്ന് പറയണത്. അങ്ങർക്ക് ഉറങ്ങാൻ പറ്റണില്ല. കാര്യം എന്താ? അങ്ങർക്ക് ബലമില്ല, വൈഫിന് ബലമുണ്ട്. എന്താ അയാൾ ചോദിക്കണേ, അയാൾ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുക. അയാൾ പറയും, ഇടി നമ്മൾ വീട് വിറ്റിട്ടല്ലേ പോകുന്നത്, അപ്പം ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ ബയോമെട്രിക്സ് അല്ലേ ഇന്ന്, ഇനി ഇൻ്റർവ്യൂ 19-ാം തീയതി അല്ലേ, അപ്പോൾ ഇനി 10 ദിവസം നമ്മൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ ഇവൾ പറയും, നമ്മൾ താമസിക്കും, നമ്മൾ പോണില്ലല്ലോ, പിന്നെ എന്തിനാണ് താമസിക്കണത്? ഇത്തിരി കാശ് കയ്യിലുണ്ട്, ചെറിയ ഹോട്ടൽ വാങ്ങിച്ചിട്ട് ഹോട്ടൽ എവിടെയെങ്കിലും ഒരു മുറി എടുത്തിട്ട് നമ്മളവിടെ താമസിക്കും, വീട്ടിൽ പോകണില്ല, വീടില്ലല്ലോ, നമുക്ക് വീടില്ലല്ലോ എന്നൊക്കെ സിമ്പിളായിട്ട് പറയുകയാണേ. കാരണം വീട്ടിൽ പോകാൻ വീടില്ല, വീട് വിറ്റുപോയില്ലേ. അയാളാണെങ്കിൽ നിങ്ങൾ എടുത്ത് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഇവൾ പറയും, ചേട്ടാ ഞങ്ങൾ വരും, ഞങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പോവുകയാണ്, വന്നിട്ട് ഉടനെ ഇറങ്ങിക്കൊള്ളാം. അപ്പം അത്രയും തിടുക്കത്തിലാണ് അയാൾ നിൽക്കണത്, വീട് എടുത്ത ആൾ നിൽക്കണത്. അപ്പം ഈ മനുഷ്യൻ ചോദിക്കും, ഇടി നമ്മളെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴേ നമുക്ക് വീടില്ലല്ല, നീ പണ്ടത്തെ ഓർമ്മയിലാണ് ഇരിക്കണത്. അല്ല, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് വീടില്ല, നമ്മളിപ്പോൾ ഹോട്ടലിൽ താമസിക്കും. പിന്നെ ഇൻ്റർവ്യൂ ഇപ്പം ഇതില്ലേ, ഇത് മാതാവ് ഇത്രയും നാൾ നമ്മൾ മാതാവിൻ്റെ കൂടെ നടന്നതല്ലേ, അപ്പം മാതാവ് ഇതോടുകൂടി നമ്മളെ രക്ഷിക്കുകയാണെന്ന് പറയും. ബലപ്പെടുത്തണം. എന്തൊരു ബലമാണ് ഈ സ്ത്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിനെ സാധാരണ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ ബലപ്പെടുത്തണം അല്ലേ, ഇതങ്ങനെ തിരിച്ച് ബലപ്പെടുത്തുകയാണ്. തിരിച്ച് ബലപ്പെടുത്തിയിട്ട് ഇവള് പറയുവേ, ഞങ്ങൾക്ക് ജോലിയിലല്ല, ഞങ്ങൾ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസിച്ച്, എന്നിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയാൻ പറ്റില്ല, കൽക്കട്ടയല്ലേ, എന്നെ വഴി അറിയാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങി നടക്കും, ഒരു തിട്ടമൊക്കെ വെച്ച് ഇറങ്ങി നടക്കും. ഇറങ്ങി നടന്നിട്ട് കുറച്ചൊക്കെ നടന്നേച്ചും നാടെ കണ്ടും ഒരു തിട്ടത്തിന് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കാശില്ല, അതുകൊണ്ട് നടക്കുകയാണ് പതിവ്. 10 ദിവസം തികച്ചെടുക്കണ്ടേ, അതുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. അതായത് ഇത്രയും ഈ 0- നിൽക്കുന്ന ആൾ ജീവിതത്തെ എന്ത് ധൈര്യമായിട്ട്, ഇതാണ് ബലമെന്ന് പറയണത്. എന്നിട്ട് ഞങ്ങൾ നടന്ന് കുറച്ച് ക്ഷീണിക്കുമ്പോൾ തിരിച്ചു നടക്കുമ്പോൾ ഞാൻ തിരിച്ച് വന്നുവെച്ചും എനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പം നമ്മളോർക്കും, ഇവർക്ക് ജോലി എന്ത് ജോലിയാണ്, കൽക്കട്ട ചെന്ന് എന്ത് ജോലിയല്ല, അല്ല എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്നും. അത് നമ്മളെ സാക്ഷ്യം കേൾക്കുമ്പോൾ രസമാണ് എനിക്ക്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് ജോലി ഉണ്ടല്ലോ, അയാൾക്ക് ജോലിയില്ല, എനിക്ക് ജോലിയുണ്ട്, എന്താ? അപ്പം അവർക്ക് ഇവർക്ക് എന്ത് ജോലിയാണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അടുത്ത് പറയും, എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്ന്. ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം. കാര്യം അതായത് ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം. അപ്പം 4 മണിക്കൂർ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കുന്ന പ്രാർത്ഥന. എന്താ കാര്യം? ദൈവത്തിരുസനെ വ്യാപരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ 0- തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണമെന്ന് ഓർക്കുക. ഞാൻ ബൈബിൾ ഇങ്ങനെ ഒരാളെ കണ്ടിരിക്കണത്, ഈ ഫെനുവേലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന, പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫെനുവേലിൻ്റെ മകൾ അന്ന. ബയോഡേറ്റ അവളുടേത് മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. പല ആൾക്കാരുടെയും ബയോഡേറ്റ മൊത്തം പറയണില്ല. അന്ന എന്ന പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട്. എന്താണ്? അവൾ ഫനുവേലിൻ്റെ അസർ ഗോത്രത്തിലുള്ളതാണ്, ഫനുവേലിൻ്റെ മകളാണ്, അവളുടെ പേര് അന്നയാണെന്ന് പറയും. ഇത്രയും സുന്ദരമായ രീതിയിൽ ബയോഡേറ്റ പറയുന്ന ഒരു സ്ത്രീ, ഒരു കഥാപാത്രം ബൈബിളിലില്ല.
അവൾ അസേർ അവളെ കാണിക്കുമ്പോൾ തന്നെ ലൂക്കായുടെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോഴുടനെ കമൻട്രി പറയും, ഇവൾ അന്ന, ഇവളുടെ ഇരുട്ടത്തിരിക്കുകയാണ് ഒറ്റ 84 വർഷം. ഫനുവേലിന്റെ പുത്രിയും പറഞ്ഞ ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് സ്പിരിച്വാലിറ്റി എന്തുമാത്രം പവർഫുൾ ആയിരുന്നു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ഒരു സാന്നിധ്യം, നമുക്കറിയാമല്ലോ, വചനം ആര് ജീവിച്ചാലും, അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുവിൻ്റെ സ്പിരിച്വാലിറ്റി തന്നെ ജീവിക്കണത്. പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശോ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയുള്ളത്. അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത്. സാന്നിധ്യം, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം നിത്യതയ്ക്ക് ആഹാരമായി ഈശോ തന്നെ നൽകുന്ന ആ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരണത് ശരിക്കും. പക്ഷേ എങ്കിലും ആദ്യകാലങ്ങളിൽ ജീവിച്ച സ്പിരിച്വാലിറ്റി അത്ര മോശമല്ലായിരുന്നു. എന്താ കാര്യം? ഇവളുടെ ലൈഫ് നോക്കിയേ, ലൂക്കാ 2:36 വായിക്കണം. ഇവൾ പറയണത്, ഇവളുടെ പ്രശ്നം അന്ന, അവൾക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ട് അല്ലേ? 84 വയസ്സ്. 84 വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത്? ഇവൾ താരുണ്യം മുതൽ 12 വയസ്സിലല്ലേ? അപ്പം താരുണ്യം മുതൽ 7 വർഷം, ഇപ്പം 12 7 19 വർഷമാണ് ഇവൾ കുടുംബത്തിൽ ജീവിച്ചത്. 7-ാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി. പിന്നെ എന്ത് പറ്റി? ബാക്കി 63-64 കൊല്ലം എന്താണ് ചെയ്തത്? 64 കൊല്ലം ഇവൾ എന്ത് ചെയ്ത്? അവൾക്ക് ജോലിയുണ്ട്. അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേൻ്റെ കാര്യം. അവൾക്ക് ജോലിയുണ്ട്. എന്താ ജോലി അവളുടെ? 64 കൊല്ലം ഇവൾ ദേവാലയം വിട്ടുപോകാതെ ഉണ്ടാ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ജെറുസലേം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4. അപ്പോസ്തല പ്രവർത്തനം 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. അപ്പം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോൾ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം അപ്പോസ്തലന്മാർക്ക് എന്താ സംഭവിച്ചു? യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല. ഇല്ല. ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം, മക്കൾ മരിക്കാം, ഭാര്യമാർ മരിക്കാം. അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ സംഗതി സംഭവിക്കുമ്പോൾ ഉടനെ ഞങ്ങൾ പണമെടുക്കാൻ വരുമ്പോൾ പറയും, എൻ്റെ അച്ഛാ എന്നെയും കൂടി കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അവർ വരുവാ? അവരത്തില്ല. അവരങ്ങനെ പറയണതേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ്. ദൈവത്തെ ഭർത്താവിനെ മുൻനിർത്തിയ, ഭാര്യയെ മുൻനിർത്തിയ, മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത്. ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കൂട്ടണം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കരുത്. പണി കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്.
അതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് നേരത്തെ മനസ്സിൽ വിചാരിച്ചേക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെക്കാളുപരി ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മത്തായി 14:26. മത്തായി 14:26. സ്വന്തം പിതാവിനെയും സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. യോഗ്യമല്ലെന്നാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് അൾട്ടിമറ്റോ എന്ന് പറഞ്ഞാൽ ഇത്തിരി കർക്കശ്യമാണ് സംഭവം. ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ളതിൻ്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം. നമ്മൾ അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ. അതായത് ഇവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താ കാര്യം? അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവ വിഷയം. അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും കളിയാക്കിയാലും ആക്ഷേപിച്ചാലും വഴക്കിട്ടാലും ഒന്നും അവൾ ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? ഇവൾ ചെയ്യുന്ന ഇവൾ അത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം. ഭർത്താവിനെ പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇയാൾ. അതായത് ഈ ആധ്യാത്മിക ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണം അതാണ്. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിലുപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ഓഫ് ഗോഡാണ്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ദൈവമായിട്ട് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ. ഞാൻ അതിനങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ചരഞ്ഞതെന്നൊക്കെ പറയണത് പല വല്യപ്പന്മാർ പറയുന്ന മലയാളമാണ്. വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അവിടെ എവിടെയെങ്കിലും നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തനി നിറം നിങ്ങളെ പുറത്തെടുക്കും. ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും. അങ്ങനെ ഒത്തിരിയേറെ. അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്ര എന്നൊക്കെ വരപ്പിക്കും. നമ്മൾ അഭ്യാസം കാണിച്ച് അപ്പം വരപ്പിക്കും സാധനം. കാരണം ദൈവത്തിനറിയാം ഇത് ചുമ്മാ. ഇപ്പം ചില പിള്ളേർ കണ്ടില്ലേ, പിള്ളേർ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കൽ അപ്പന്മാരെത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാന്നും പറഞ്ഞ് ഓടിച്ചെല്ലും കുഞ്ഞുങ്ങൾ. 2 വയസ്സുള്ള. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണത്. അപ്പോൾ അപ്പന് പറഞ്ഞ പൊട്ടനാണല്ല. അപ്പം എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടി ഇരുന്നിട്ട് പോലും എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് ഓർക്കും. അതിൽ ഓടി സിംഗിൾ വാടാതെ ഈ സാധനത്തിൽ പൊക്കിയെടുത്ത് താഴെ വെക്കും. പിന്നെ കാണത്തില്ല ഇതിനെ. എന്താ കാര്യം? അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് അടിച്ചുകൊണ്ട് അവൻ പോയി. അതാണ് അവൻ ആ ഓറഞ്ച് കണ്ടിട്ട് തുള്ളണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ദൈവത്തിനറിയാം. ഈ IELTS വേണ്ടിയും കാനഡ PR വേണ്ടിയാണ് തുള്ളണമെന്ന് അറിയാം. ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ മനസ്സിലായില്ലേ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. ഇത് മാറ്റിയെടുക്കണം. എന്നിട്ട് ദൈവത്തിനോട് പറയണം, എനിക്ക് നീയാണ് വലുത്. എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാൾ വലുത് നീയാണ്. ഒന്ന് പറഞ്ഞ്, എൻ്റെ ദൈവമേ
എന്റെ ദൈവമേ, എന്റെ ജോലിയേക്കാൾ, എന്റെ ജീവനേക്കാൾ എനിക്ക് നീയാണ് വലുത്. നിനക്ക് വേണ്ടി ജീവിക്കാൻ പരീക്ഷണ കാലഘട്ടത്തിൽ നിന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാൻ എന്നെ ഉപരി അഭിഷേകം ചെയ്യണം. മഹത്വം, ആരാധന, ആരാധന. ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ 63 കൊല്ലം ഇവൾക്ക് ഭർത്താവില്ലാതെ വിധവയായി ഒറ്റക്ക് താമസിക്കുകയാണ്. ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ബന്ധങ്ങളെ കുറിച്ച് പറയണത് എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞിരിക്കണത്? അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം, പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ, ഭർത്താവില്ല. പിന്നെ എന്താ പറയണത്? 2:36-37 എന്താ പറയണത്? ലുക്ക ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്താ പറയണത്? വായിച്ചോളൂ. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എത്ര കാര്യങ്ങളായിരിക്കേ. ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത്? രാപകൽ, പിന്നെന്ത് ഏറ്റു പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള്? അതാണ് വിഷയം. എന്തിനാണ് ഇവള് സ്തുതിച്ചത്? ഭർത്താവിനെ നേരത്തെ വിളിച്ചതിനാണ് സ്തുതിച്ചത്. അതാ മക്കൾ ആരെയും കൊടുക്കാഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചത്. ഇവക്ക് എന്താ ദൈവം കൊടുത്തത്? മക്കളെ കൊടുത്തില്ല. ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നാത്തിനാ പള്ളിയിൽ പോകാത്തത്, പള്ളിയിൽ പോണത്, എനിക്ക് ദൈവം മക്കളെ തന്നില്ല, എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല, എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ്. എന്നിട്ട് ദൈവത്തോട് എന്തിനാണ് ഈ മത്സരം കാണിക്കണത്? മത്സരം കാണിക്കണത് എന്താ? ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത്. ഇപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ, അത് നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ് ഡിസംബർ 27 അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കുർബാന ഇല്ലുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്തത് പള്ളിയിൽ താമസിക്കുന്നുണ്ട്, ഫാദർ ജോസഫ് കിഴങ്ങടൻ. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ, കോട്ടയം രൂപതക്കാരനാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത്, മേജർ സെമിനാരിൽ. അപ്പോൾ പുള്ളി അധ്വാനബാഹുവാണ്. അപ്പം എനിക്ക് രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ചെറിയതായിട്ട് സിയസ്തയ്ക്ക് വരും, ചെറിയ ഉറക്കത്തിന് വരും. ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇഴങ്കാണ 1/2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. വരുമ്പോൾ എടാ ഓപ്പേ കിടന്നല്ലേ. അപ്പോൾ നിൽക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു കീറിയ ബനിയനൊക്കെ ഇടി നെഞ്ചും കൊട്ടത് പുറത്ത് കാണാൻ, ബനിയനും കാണാൻ പറ്റും, നെഞ്ചും കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എടാ ഓപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവനമില്ലടാ എന്ന് പറയും. പുള്ളി പറയുന്ന ഡയലോഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. അപ്പോൾ ആരോഗ്യമില്ലാതെ യൗവനമില്ലടാന്ന് പറയും. പുള്ളി എന്നിട്ട് മസിലേക്ക് അടുക്കുക എൻ്റെ അടുത്ത് ഇങ്ങനെ, പുള്ളിക്ക് നല്ല ആരോഗ്യമാണ്. അപ്പം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് 1 കൊല്ലം അച്ഛനായാൽ മതി. ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആരോഗ്യമില്ല, ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും, വലിവും ക്ഷീണമൊക്കെ വരും, എപ്പോഴും വരും, മിക്കവാറും ആശുപത്രിയിലൊക്കെ പോകും. അപ്പം ഞാൻ രാത്രി എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു 2 മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവിടെ കോറിഡോറിൽ പോയി നിൽക്കും. അപ്പോൾ പെരിയാർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പെരിയാർ നോക്കി നിലാവത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും, 3 മണി വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ കിഴങ്ങടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമില്ല, യൗവനമില്ല, മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും. പക്ഷെ എന്നാലും കർത്താവ് എനിക്ക് 1 കൊല്ലം കുർബാന ചെല്ലണമെന്ന് പറയും. ആ 1 കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയണത്? കർത്താവ് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പം 38ാമത്തെ കൊല്ലമല്ലേ ഞാൻ നിൽക്കണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ്? ആരോഗ്യം. അപ്പം ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു, നിൻ്റെ ആരോഗ്യം ഞാനാണ് നിൻ്റെ ബലം. അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത്. എൻ്റെ ദൈവത്തിനെ ഓർക്കണം, നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, മക്കളില്ലെങ്കിൽ ആ 2-3 സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ഇത് തന്നെയാണ് ഈ അന്നയുടെ പ്രശ്നം. അന്ന താരുണ്യം മുതൽ 12 വയസ്സ് മുതൽ 7 വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. പിന്നെ ഭർത്താവ് മരിച്ചു. അവൾ പിന്നെ എന്ത് ചെയ്ത്? ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു. അത് നിസ്സാരമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതല്ല, കർത്താവിൻ്റെ വെളിപ്പാട് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ 54:9 വായിക്കുമ്പോൾ ഐസയായില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യേശയ്യാ 54:5. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അതായത് ചില വിധവകൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണിത്. എന്താണ്? ഞാൻ വീണ്ടും ചെറുപ്പക്കാരികളായ വിധവകളോട് ചില സമയത്ത് ഞാൻ മക്കളെ ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ചിലർ എന്നോട് പറയാം, അച്ഛാ ഐസയ്യാ 54:5. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത്, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും. എന്നാൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും. അവർക്ക് ദേ ആർ ലിവിങ് ആസ് ഇഫ് ദർ ഈസ് എ ഹെൽത്ത് ഹസ്ബൻഡ് അബൈഡ് വിത്ത് ദം. അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ്, അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനുഭവിച്ചിരിക്കണത്. ഇപ്പം കന്യാത്വം, ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളവർക്ക് അതിന് മെക്കാനിക്കൽ പരിപാടിയൊന്നും ഇല്ലത്, അതിൻ്റെ അനോയിൻറ്റിങ് ആണത്. ഇപ്പം ഞങ്ങൾ സന്യസ്തരായ കന്യാസ്ത്രീമാരും ഞങ്ങളെ ബ്രഹ്മചര്യ അച്ഛന്മാരും ഉണ്ട്. എന്താ ഇത് സംഭവം? അതായത് ഈ മേഖലയെ ഒരു അഭിഷേകം തരും കർത്താവ്. ഈ അഭിഷേകം തന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേലെ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും. ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ സംഭവമാണിത്. ഇത് മെക്കാനിക്കലല്ല, ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല, ഒന്നുമല്ല. ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണമല്ല. അത് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള
ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും. ഇത് ഈ വിഷയത്തിന് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയവും അഭിഷേകത്തിൽ നിലനിൽക്കുന്നതാണ്. മുഴുവൻ കാര്യങ്ങൾ എന്ത് നിനക്ക് ആബ്സെൻസ് ഉണ്ടോ അവിടെ എല്ലാം അനോയിൻറ്റിങ് ഉണ്ട്. എവിടെയില്ല, അതായത് അനോയിൻറ്റിങ് ഉണ്ടെന്ന് വെച്ചാൽ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. എല്ലാത്തിൻ്റെ ആബ്സെൻസിനെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ് അതെല്ലാം. ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ചോ? ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് രാജൻ എന്ന് പറയുന്ന അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത്? അനോയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ്. നാട്ടിൽ ചെന്നാൽ കയറി കിടക്കാൻ വീടില്ല. പക്ഷെ അപ്പോഴും അതിൻ്റെ അഗ്നി ഇവളെ അനുഭവിക്കണില്ല, അയാൾ അനുഭവിക്കുന്നുണ്ട്. നീ എന്തോർത്തിൻ്റെ അടി ഇങ്ങനെ കിടന്നിട്ട് തുള്ളണത്? നിനക്കത്തിൽ കൂടി പോകുന്നുണ്ട് അയാൾ പറയണത്. നിനക്ക് തലക്ക് വെളിവില്ലേ? നിനക്കത്തിൽ കൂടി പോകുന്നുണ്ട്. നമുക്ക് വീടില്ലെന്ന് നിനക്ക് അറിയാവാ? ചെന്ന് കയറി കിടക്കാൻ ഇടവില്ല, കട്ടിലില്ലെന്നറിയാം, കണ്ടവൻ്റെ കയ്യിലായപ്പോൾ അറിയാവോ എന്നൊക്കെ. അപ്പം നിൽക്കേ, മാതാവ് നമുക്കൊരു കാര്യം ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ട്. അതാ പറയണത്, നിൽക്ക്. ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോൾ അവർ പറഞ്ഞു നിൽക്ക്, മാതാവ് നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ആന്തരിക ബോധ്യമെന്ന് പറയണത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. വീടില്ല, നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാനുള്ള കട്ടിൽ കണ്ടവൻ്റെ കൈ ഇരിക്കുക, അന്യാധീനപ്പെട്ടു പോയി. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത, തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയിന്റ് ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ്. ഉടമ്പടി എന്ന് പറയണത്, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയണത്, നമ്മൾ ഇത് ആരല്ല പ്രവർത്തിച്ചിരിക്കണത്? ഗീതാകുമാരി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻഡ്സിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കണത്. അപ്പം നമുക്ക് ഈ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ്. എന്നുവെച്ചാൽ കൂടെ ഉള്ളവനെ നിലയ്ക്കാൻ കർത്താവ് എന്താ പറഞ്ഞത്? അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. 43:2 ഐസയ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം. ഹല്ലേലൂയ. യേശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അഗ്നിയിലൂടെ നടക്കാം, കടങ്ങളുണ്ടാകാം. ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ടവൻ്റെ പൂട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. നാട്ടിൽ ചെന്നാൽ കിടക്കാൻ ഇടയില്ല. എങ്കിലും ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നി നിന്നെ, ജ്വാല നിന്നെ ദഹിപ്പിക്കുന്നില്ല. എന്താ കാര്യം? സാന്ത്വനത്തിൻ്റെ ശക്തി ഇവളെ ദൈവം പൊതിയാണ് ചെയ്യണത്. ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും, അത് നിന്നെ വിഴുങ്ങത്തില്ല, ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഓരോ വേടിനും. ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളവർക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്കും എക്സെപ്ഷൻ ഇല്ല കേട്ടോ. കുമ്പസാരിക്കാനൊക്കെ എക്സെപ്ഷൻ ഉണ്ട്, പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല. കാര്യം എന്താണ്? വചനം വായിക്കുക വഴി, അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങളെ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിൻ്റെ വരമാണ് വചന വായനയുടെ ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വചനം വായിക്കാനുള്ള ആന്തരിക അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന